പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തി എന്നതാണ് കെ രാഗേഷ് നേരത്തെ പറഞ്ഞത്. ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അല്ല, തെറ്റായ നിലയിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമമാണ് വി കുഞ്ഞകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പാർട്ടി ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു പിഴവും ശരി പിന്നെ ചോദിച്ചാൽ പായില്ലേ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ കെ രാഗേഷിൻ്റെ വാർത്താ സമ്മേളനം ഞാനും കേട്ടു. നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായി എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ട് എന്നെനിക്ക് തോന്നിയില്ല. ചിലതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ചിരിയാണുള്ളാലെ വന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായി ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഏഷ്യാനെറ്റിന് ഞാൻ അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കൈരളി എൻ്റെ അഭിമുഖം സംപ്രേഷണം ചെയ്യുമായിരുന്നുവെങ്കിൽ ഞാൻ കൈരളിക്ക് അഭിമുഖം കൊടുക്കുമായിരുന്നു. പക്ഷെ കൈരളി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിമുഖം എടുക്കില്ല എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. കൈരളി ഒഴികെ മറ്റേത് ചാനലുമായി അഭിമുഖം നൽകിയാലും ഇതേ വാദഗതി തന്നെ പാർട്ടി നേതൃത്വം ഉന്നയിക്കും. ഏഷ്യാനെറ്റിന് കൊടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ഫണ്ട് വിവാദം ഉയർന്നു വന്നപ്പോൾ ഏഷ്യാനെറ്റിനെതിരെ കേസ് കൊടുത്തു, മാനനഷ്ട കേസ് കൊടുത്തു എന്ന് ടി.ഐ. മധുസൂദനൻ പയ്യന്നൂരിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നിപ്പോഴും ആളുകൾക്ക് ബോധ്യമില്ല. ആ കേസിൻ്റെ കാര്യം ഏഷ്യാനെറ്റിനും ടി.ഐ. മധുസൂദനും മാത്രമേ പറയാൻ സാധിക്കൂ. ആ അഭിമുഖത്തിൽ ഞാൻ വിനുവിനോട് ഏഷ്യാനെറ്റിനെതിരെ ടി.ഐ. മധുസൂദനൻ കൊടുത്ത കേസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു. വിനു പറഞ്ഞത് ഈ കഴിഞ്ഞ 4 വർഷമായിട്ടും ഒരു കേസും ഏഷ്യാനെറ്റിനെതിരെ ടി.ഐ. മധുസൂദനൻ നൽകിയിട്ടില്ല എന്നാണ് വിനു അതിന് നൽകിയ മറുപടി. അത് ആ അഭിമുഖത്തിൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഒരു വക്കീൽ നോട്ടീസ് അയച്ചതല്ലാതെ. സ്വാഭാവികമായും മാനനഷ്ടമുണ്ടാക്കുന്നതാണ് എങ്കിൽ വക്കീൽ നോട്ടീസിന് മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് കേസുമായി പോകേണ്ടതാണ്. കഴിഞ്ഞ 4 വർഷമായി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ടി.ഐ. മധുസൂദനൻ തയ്യാറായിട്ടില്ല എന്നത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ അഭിമുഖത്തിലൂടെ ജനങ്ങളെ ആ കാര്യം ബോധ്യപ്പെടുത്തുക എന്നത് കൂടി ഞാൻ ഉദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഇനി ഏഷ്യാനെറ്റല്ല, വേറെ കേരളത്തിലെ കൈരളി ഒഴികെയുള്ള ഏത് ചാനൽ അഭിമുഖം നൽകിയാലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായ പ്രകടനം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. അപ്പം അതാണ് ആ അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം.